ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി 50 ലക്ഷം രൂപ കൊടുക്കാതെ തന്നെ സൂര്യ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. അങ്ങനെ ഗുണ്ടകളെ പോലീസുകാരെ ഏൽപ്പിച്ച ശേഷം നന്ദിനിയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്ടോ. ഈ സമയം യതീന്ദ്രൻ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. ASPയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ നന്ദിനിയെ തിരിച്ചു കിട്ടി. സൂര്യയുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണ് നന്ദിനിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതും 50 ലക്ഷം രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരാതിരുന്നതും എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ യതീന്ദ്രനും ഒരുപാട് സന്തോഷമാണ്. ഈ സമയം പത്മയും വിജയനും ഇന്ദ്രജയും വേദയും കൂടി സംസാരിക്കാണ്. 50 ലക്ഷം രൂപയാണ് അവൾക്ക് വേണ്ടി സൂര്യ ചെലവാക്കിയിരിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട് അമ്മേ. ഇത് വേണമെങ്കിൽ സുദേവനും അവളുടെ മകളും കൂടി ഒരുക്കിയ നാടകമായിരിക്കും. 50 ലക്ഷം രൂപ കിട്ടിയാൽ പിന്നെ അവരുടെ ജീവിതം ഉഷാറായല്ലോ. വിജയൻ പറയണ, ഇന്ദ്രജ പറയുന്നതിലും കാര്യമുണ്ട് ആൻറ്റി. നമ്മുടെ വീട്ടിൽ നിന്നും നന്ദിനിയുടെ വീട്ടുകാരും നന്ദിനിയും കൂടി ചേർന്ന് പലതവണ വീട്ടിലെ സ്വർണവും പൈസയും എല്ലാം തന്നെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇതിപ്പോൾ അവരുടെ ഒരു അടവ് തന്നെയായിരിക്കും. അല്ലാതെ നന്ദിനിയൊക്കെ ആര് തട്ടിക്കൊണ്ടുപോവാനാണ്? അങ്ങനെ അവർ 4 പേരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പത്മ പറയണേ, എൻ്റെ വീട്ടിൽ നിന്നും 1 രൂപ പോലും അവൾക്കും അവളുടെ വീട്ടുകാർക്കും കിട്ടില്ല. അതിന് ഈ പത്മ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ആരാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും അറിയില്ല. പത്മയുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് അവർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണ്. അപ്പോൾ ഗുണശേഖരനെ വിളിച്ച് പത്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുണശേഖര, നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചത് നന്ദിനിയെ തട്ടിക്കൊണ്ടുപോവാൻ. എന്നിട്ടിപ്പോൾ നിന്നേക്കാളും മുന്നേ അവളെ മറ്റാരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ആരാണെന്നുള്ളത് ഗുണശേഖര നീ കണ്ടുപിടിക്കണം. അപ്പോൾ ഗുണശേഖരൻ പറയുന്നുണ്ട്, അതിന് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പോലീസ് തന്നെ ചോദിക്കില്ലേ? അപ്പോൾ പത്മ പറയണ, ഒരിക്കലും നിന്നെയുള്ളവർ വളർത്തി വരുന്ന ഗുണ്ടകളൊന്നും ഒരിക്കലും നിങ്ങളെന്നെ ഒറ്റിക്കൊടുക്കില്ലല്ലോ. അവരുടെ ജീവൻ പോയാലും അവർ ആരാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്നുള്ള സത്യം പറയില്ലല്ലോ. അതുകൊണ്ട് നീ തന്നെ ആരും അറിയാതെ ഗുണശേഖര ഇതിൻ്റെ പിറകിൽ ആരാണ് കളിച്ചത് എന്നുള്ളത് നീ കണ്ടുപിടിക്കണം. അപ്പോൾ ഗുണശേഖരൻ, എന്താ പത്മ മേഡത്തിന് ഒരു ചെറിയ സംശയമുണ്ടല്ലോ. എനിക്ക് സംശയമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ അത് അറിയേണ്ട കാര്യവുമില്ല. നിന്നെ ഞാനിപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചത് നിനക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം. അപ്പോൾ ഗുണശേഖരൻ, ഇല്ല പത്മ മേഡം പറഞ്ഞത് ഞാൻ എന്തായാലും അനുസരിച്ചിരിക്കും. ആരാണ് ഇതിൻ്റെ പുറകെ? എൻ്റെ പിള്ളേരെക്കാളും മുന്നേ ആ നന്ദിനിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം, അതും രഹസ്യമായിട്ട്. എന്നിട്ട് ഞാൻ പത്മ മേഡത്തെ വിളിച്ച് അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ പത്മയും ഇന്ദ്രജയും വേദയും വിജയനും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് നന്ദിനി വരുന്നത്. നന്ദിനിയെ കണ്ടപ്പോൾ യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാണ്. സൂര്യയാണെങ്കിലോ ബാക്കിയുള്ള തുക 50 ലക്ഷം രൂപ വാങ്ങിയവർക്ക് തന്നെ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് വിവേകിനോട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിവേകുമായിട്ട് സംസാരിക്കുകയാണ് സൂര്യ. ഈ സമയം നന്ദിനിയെ കണ്ടപ്പോൾ രാജുവേട്ടനൊക്കെ ഒരുപാട് സന്തോഷമാവണം. മോളെ നന്ദിനി, നിന്നെ ആരാണ് പിടിച്ചോണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല രാജുവേട്ട, ഞാൻ ആരെയും കണ്ടില്ല, അവരാരാണെന്ന് പോലും എനിക്കറിയില്ല, അവരെൻ്റെ കണ്ണ് കെട്ടിവെച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ രാജുവിനോട് പറയാണ്. അങ്ങനെ നന്ദിനി വല്ലാതെ അവശയായിട്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ രാജുവേട്ടൻ ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് നന്ദിനിക്ക്. നന്ദിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു ഉരുള എടുത്ത് വായിൽ വെക്കുന്ന ആ സമയത്ത് തന്നെ പത്മയും ഇന്ദ്രജയും വേദയും വിജയനും കൂടി അവിടേക്ക് വരിക. എന്നിട്ട് നന്ദിനിയെ കുത്തി നോവിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിന്റെ വീട്ടുകാരും കൂടി ചേർന്ന് ഒരുക്കിയ നാടകമല്ലേടി ഈ തട്ടിക്കൊണ്ടുപോവലൊക്കെ? 50 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച നാടകമല്ലേ? അതെ, ഒന്നുമല്ലാത്ത നിന്നെ ആര് തട്ടിക്കൊണ്ടുപോവാനാടി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയും പത്മയും ഒക്കെ ഇങ്ങനെ കുറുവാക്കുകൾ പറയുകയാണ്. അങ്ങനെ നന്ദിനി ഭക്ഷണം കഴിക്കാതെ ആ ചോറ് അവിടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ രാജുവിന് അത് വല്ലാത്ത വിഷമാവാണ്. പത്മ നന്ദിനിയെ കുറിച്ച് പറയുന്നത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് യതീന്ദ്രൻ വരുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, പത്മേ നീ എന്താണ് ഈ പറയുന്നത്? നന്ദിനിയെ നീ കണ്ടില്ലേ? അവൾക്ക് എന്ത് ക്ഷീണമുണ്ട്. അവൾ 2 ദിവസം ഭക്ഷണം കഴിക്കാതെ തിരിച്ചെത്തിയതാണ്. അവൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. 50 ലക്ഷം രൂപയാണ് ഇവൾക്ക് വേണ്ടി സൂര്യ ചെലവാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് സൂര്യ ഇവൾക്ക് വേണ്ടിയിട്ട് കളഞ്ഞിട്ട് പോന്നിരിക്കുന്നത്. ഇവൾ ആരാണ് എന്ന് പറഞ്ഞ ഉടനെ സൂര്യ അത് കേട്ടും കൊണ്ട് വരികയാണ്. അപ്പോൾ സൂര്യ പറയാണ്, ഇവൾ ആരാണെന്നോ? ഇവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി 50 ലക്ഷമല്ല 50 കോടി കൊടുക്കാനും എനിക്ക് ഒരു മടിയുമില്ല. ഇനിയും ഞാൻ നന്ദിനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ പറയണേ, ഇവൾക്ക് വേണ്ടി ഇനി നീ എന്ത് ചെയ്യാനാണ്? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവൾക്ക് വേണ്ടി 50 ലക്ഷം ചെലവാക്കി വന്നിരിക്കുന്നു. ഇവൾ അതിന് മാത്രം എന്ത് പ്രത്യേകതയാടാ ഇവൾക്കുള്ളത്? ഈ 50 ലക്ഷത്തിനുള്ള എന്ത് മുതലാടാ ഇവൾ
ഇവളെ പോലുള്ളവൾക്ക് 50 ലക്ഷം ചെലവാക്കി വന്നിരിക്കുന്നു. ഇനി ഈ വീട്ടിൽ നിന്നും ഒരു നയാ പൈസ പോലും ഇവൾക്ക് വേണ്ടി ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് കണ്ടുകൊണ്ട് ഈ പത്മ നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞ് പത്മ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഈ പത്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നീ പുറത്തെടുപ്പിക്കേണ്ട, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു മുഖം കൂടി എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യ പരിഹാസത്തോടു കൂടി അയ്യോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പത്മയെ പരിഹസിച്ചുകൊണ്ട് സൂര്യ പറയുമ്പോൾ യതീന്ദ്രൻ പറയാണ്, പത്മേ നീ എന്തറിഞ്ഞിട്ടാണ് ഈ തുള്ളുന്നത്? സൂര്യ പണവുമായി പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. 50 ലക്ഷം രൂപയുമായിട്ട് സൂര്യ പോയി, പക്ഷേ 1 രൂപ പോലും അവൻ കൊടുത്തിട്ടില്ല. പണം കൊടുക്കാതെ തന്നെയാണ് നന്ദിനിയെ സൂര്യ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവർക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്ത് അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു. നീ കാര്യം അറിയാതെയാണ് ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ സൂര്യ പറയണ, അച്ഛനൊന്നും മിണ്ടാതിരുന്നു. ഇവരോടൊക്കെ എന്തിനാണ് അച്ഛൻ ഇതൊക്കെ പറയുന്നത്? ഇവരോടിപ്പോൾ സത്യം പറഞ്ഞാലും ഇവർ നല്ലതുപോലെ പെരുമാറും എന്നുള്ളത് അച്ഛന് തോന്നുന്നുണ്ടോ? അപ്പോഴൊക്കെ നന്ദിനി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണുനീരൊക്കെ തുടക്കുകയാണ്. അങ്ങനെ സൂര്യ, രാജുവേട്ടാ 2 ദിവസമായി നന്ദിനി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്, നന്ദിനിയെ കണ്ടില്ലേ, അവൾക്ക് തീരെ വയ്യ, അവൾ തല കറങ്ങി വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുക്കായിരുന്നില്ലേ ഭക്ഷണം എന്ന് പറയുമ്പോൾ രാജു പറയണ്, സൂര്യ സാർ ഞാൻ വന്ന ഉടനെ തന്നെ നന്ദിനിക്ക് ഭക്ഷണം കൊടുത്തതാണ്. പക്ഷേ നന്ദിനി ഒരു ഉരുള വായിലേക്ക് വെച്ചപ്പോഴത്തേക്കും ഇവിടെ പത്മ മേഡം എന്നങ്ങ് പറഞ്ഞതോടുകൂടി പത്മ ഒച്ച എടുത്തിട്ട് എന്താടാ എന്ന് പറഞ്ഞ് രാജുവിനെ ഒന്ന് നോക്കിയതോടുകൂടി രാജു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കണ്, ഓ പത്മ മേഡം നന്ദിനിയെ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ലേ? എങ്കിൽ രാജുവേട്ടൻ പോയി നന്ദിനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വാ എന്ന് പറയട്ടോ. അങ്ങനെ രാജു പെട്ടെന്ന് തന്നെ ഭക്ഷണവുമായിട്ട് വരികയാണ്. എന്നിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് സൂര്യ നന്ദിനിക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടി വയ്യാത്ത കൈ വെച്ച് വാരി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ കൈക്ക് വയ്യ, കൈ മടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സൂര്യ, രാജുവേട്ട ഒരു സ്പൂൺ അങ്ങ് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയണേ. അങ്ങനെ സ്പൂൺ എടുത്ത് രാജു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ വായിലേക്ക് സൂര്യ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി കൊടുക്കാൻ നിൽക്കുമ്പോൾ നന്ദിനി പറയണേ, വേണ്ട സാർ ഞാൻ തന്നെ കഴിച്ചോളാം. എന്താ ഞാൻ തന്നാൽ എന്താ കുഴപ്പമുള്ളത്? ഇവരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണോ? എങ്കിൽ നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നന്ദിനി, അവരൊക്കെ നോക്കിക്കൊണ്ട് നിന്നോട്ടെ, നിനക്കെന്താ അതിന് കുഴപ്പം? നിനക്ക് ഞാൻ ഒരു സ്പൂണെങ്കിലും കോരി തരും, നീ അതങ്ങ് കഴിച്ചാൽ മതി. വേണ്ട സൂര്യ സാർ ഞാൻ കഴിച്ചോളാം. നന്ദിനി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീ വായ തുറക്ക് എന്ന് പറഞ്ഞ് നന്ദിനിക്ക് ഭക്ഷണം സ്പൂണ് കൊണ്ട് കോരി കൊടുക്കുകയാണ് സൂര്യ. അപ്പോൾ അതൊക്കെ കാണുന്ന പത്മയ്ക്കും വിജയനും വേദയ്ക്കും ഇന്ദ്രജയ്ക്കൊക്കെ നല്ല ദേഷ്യം വരികയാണ്. യതീന്ദ്രനാണെങ്കിലോ സൂര്യ നന്ദിനിയെ അങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. കനകയ്ക്കാണെങ്കിലോ അതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. രാജുവിനും നല്ല സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നന്ദിനിക്ക് സൂര്യ ഭക്ഷണം കോരി കൊടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാതെ വിജയനും ഇന്ദ്രജയും വേദയും പത്മയും ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഫുള്ള് ഭക്ഷണവും സൂര്യ നന്ദിനിയെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. എന്നതിൻ്റെ ശേഷം സൂര്യയും നന്ദിനിയും കൂടി റൂമിലേക്ക് വരികയാണ്. ആ സമയത്തൊക്കെ നന്ദിനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല, വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ കാരണം. അപ്പോൾ സൂര്യ നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ട് റൂമിലെത്തിയ ശേഷം നന്ദിനിയോട് കട്ടിലിൽ ഇരിക്കാൻ പറയട്ടോ. വേണ്ട സൂര്യ സാർ നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. ഇല്ല സൂര്യ സാർ എനിക്ക് ഈ നേരത്തൊന്നും ഉറങ്ങിയാൽ ഉറക്കം കിട്ടില്ല. നീ ഉറങ്ങണ്ട, പക്ഷെ കുറച്ച് നേരമെങ്കിലും കണ്ണടച്ചൊന്ന് ഇരുന്നൂടെ, നീ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട സൂര്യ സാർ എന്ന് പറയണം. അങ്ങനെ സൂര്യ മറ്റൊരു ചെയർ എടുത്ത് അവിടെ കൊടുന്നിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇതിൽ നിനക്ക് ഇരുന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൂര്യ നന്ദിനിയെ അവിടെ ഇരുത്താണ്. എന്നിട്ട് നന്ദിനിയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനി സൂര്യയോട് ഒരുപാട് നന്ദി പറയുകയാണ്. സൂര്യ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സൂര്യ സാറ് കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ ഉള്ളത്. എൻ്റെ വീട്ടിലുള്ളവർക്ക് എത്ര ആശ്വാസമായിട്ടുണ്ടാവും. എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തിമാരും മുത്തശ്ശിയും എത്ര വിഷമിച്ചിട്ടുണ്ടാവും. സൂര്യ സാറ് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഒരുപാട് നന്ദി വാക്കുകളൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ, നീ എന്നോടല്ല നന്ദി പറയേണ്ടത്, ഞാനല്ല നിന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ നന്ദിനി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ സൂര്യ സാർ പറയുന്നത്? അതെ, ഞാനല്ല നിന്നെ രക്ഷപ്പെടുത്തിയത്, നീ ദിവസവും പ്രാർത്ഥിക്കുന്ന നിൻ്റെ ഈ ഇരിക്കുന്ന ഈശ്വരനാണ്. ഈ ഈശ്വരൻ്റെ മുന്നിലാണ് നീ നന്ദി പറയേണ്ടത്. ഞാൻ നിന്നെ കാണാത്തതിൻ്റെ പേരിൽ വിഷമിച്ച് ഞാൻ ഈ റൂമിലേക്ക് വന്ന സമയത്ത് ഞാൻ നിൻ്റെ ഈശ്വരൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ നന്ദിനിയെ നീ ഒന്ന് എവിടെയാണുള്ളത് എന്ന് കാണിച്ചു തരണമെന്നുള്ളത് നിൻ്റെ അമ്മയോടാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ അമ്മയാണ് നിന്നെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നത്. എവിടെയാണെന്നുള്ളത് പോലും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്. എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടായിട്ടല്ല, പക്ഷേ നീ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടിയെങ്കിലും നിൻ്റെ അമ്മ നീ എവിടെയാണുള്ളത് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ടായി. അപ്പോൾ ഞാൻ നിൻ്റെ അമ്മയോടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നിൻ്റെ
നിൻ്റെ അമ്മയാണ്, ഈ ദിവസവും പ്രാർത്ഥിക്കുന്ന നിൻ്റെ അമ്മയാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് ഈ ബെഡിൽ കിടക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു കോള് വന്നതും നിൻ്റെ സൗണ്ട് ഞാൻ കേട്ടതോഴും എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് നിൻ്റെ അമ്മയിൽ നല്ല വിശ്വാസമുണ്ട്. ഇനി മുതൽ ഞാനും നിൻ്റെ അമ്മയുടെ ഒരു ഭക്തൻ തന്നെയായിരിക്കും എന്ന് പറയണേ. അങ്ങനെ നന്ദിനി അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയോട് സൂര്യ പറയണേ, നീ കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്ക്. നീ ഇനി ക്ഷീണമൊക്കെ മാറ്റി വെച്ച ശേഷം നേരെ കിച്ചണിൽ പോയിട്ട് ജോലി എടുക്കാനൊന്നും നിൽക്കണ്ട. നീ കുറച്ച് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്ക്. അല്ലാതെ നീ ഓടിച്ചാടി പോയിട്ട് ഈ നന്ദിയില്ലാത്തവർക്കൊന്നും നീ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവണ്ട നന്ദിനി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നന്ദിനിയെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയാണ്. പിറ്റേ ദിവസം തന്നെ സൂര്യ കമ്പനിയിലെ മാനേജർക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് ആർക്കും തന്നെയും ശമ്പളം കൊടുക്കൽ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് നന്ദിനി, എൻ്റെ ഭാര്യ നന്ദിനി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യ നന്ദിനി തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ചെക്കിൽ ഒപ്പിടാൻ വേണ്ടി ചെക്കുമായി വന്നോളൂ. എൻ്റെ ഭാര്യ നന്ദിനി ഇന്ന് ചെക്കിൽ ഒപ്പിട്ട് തരും എന്ന് പറഞ്ഞ് മാനേജറെ വിളിക്കുകയാണ്. അങ്ങനെ മാനേജർ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഇനി സൂര്യ നന്ദിനിയെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി ചെക്കിൽ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പത്മയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. പത്മയുടെ ഒപ്പിൻ്റെ താഴെ നന്ദിനിയുടെ ഒപ്പ്, അത് ഒരിക്കലും കഴിയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നന്ദിനി ഒപ്പിടാൻ വേണ്ടി ചെക്കിലേക്ക് അങ്ങ് പേനയെടുത്ത് ഒപ്പിടാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും പത്മ ആ ചെക്ക് ലീഫ് അങ്ങ് വലിച്ചു കീറുകയാണ്. എന്നിട്ട് അത് വലിച്ചെറിയുകയാണ്. ഇല്ല, ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. എൻ്റെ ഒപ്പിൻ്റെ താഴെ നിൻ്റെ ഒപ്പോ, അത് ഈ പത്മ ജീവിച്ചിരിക്കുമ്പോൾ അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് പത്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴാണ് യതീന്ദ്രനോട് സൂര്യ പറയുന്നത്, കണ്ടില്ലേ അച്ഛാ, ഇപ്പം ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? എൻ്റെ സംശയം ശരിയായില്ലേ? നന്ദിനിയെ കടത്തിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ ഈ നിൽക്കുന്ന പത്മ മേഡമാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അച്ഛാ? നന്ദിനി ഒരിക്കലും ഇവരുടെ ഒപ്പിൻ്റെ താഴെ ഒപ്പിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്.